എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഏകദേശം 2,20,000 ഫോളോവർ. അതും സൂക്ഷിക്കണം സാറേ. നമുക്ക് നമ്മളെ എന്താണ് താത്തി കെട്ടാനും മോശമാക്കാനും പല ആളുകാർ നമ്മൾ ആരെന്ത് പറഞ്ഞാലും തളരാതെ ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആത്മാവ് എപ്പോൾ വേണമെങ്കിൽ പോവാം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ വലിയ വലിയ വിശിഷ്ട അത് പറയുന്ന പോലെ വിജയ് സാറ് പറയുന്ന പോലെ ഉസ്പേത്തിന് അവർക്ക് ടൊമ്മിണും കടുപ്പേത്തിന് കമ്മിണിരുന്ന വാഴക്ക് ചെമ്മിൽ പോവുക പറയുന്ന പോലെ ഉസ്പേത്തിന് അവർക്ക് ടൊമ്മിണും കടുപ്പേത്തിന് കമ്മിണിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോവുക. കളിയാക്കണവരെന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കുക, കുറ്റം പറയുന്നവരെന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുക. അതാണ് വിജയണ്ണം പറയുന്നത്. ഇത് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പറഞ്ഞാണ്. അത് കൊള്ളാം, ഒന്നുകൂടെ അത് പറയാമോ? ഉസ്പേത്തന്നെ അവർക്ക് ടൊമ്മിണ്ണും കടുപ്പേത്തന്നെ കമ്മിണിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോവാ. പിന്നെ വിജയ് സാർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നൻബാ നൻബീസ് ഈസിയായി ജയിക്കുന്നത് വെട്ടിയല്ലേ, ഏത് ജയിക്ക മുടിയാത്ത മൂർച്ച കൊണ്ടത് വെട്ടിന്ന് വിജയ് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, കിരിയെടുത്ത് എവള് വേണമെങ്കിൽ കണവറുക്കലാം ആണ് അന്ത കണം തലയ്ക്ക് ഇരിക്കക്കൂടാതെന്ന് വിജയ് സാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിനെ പോലെ ആകണം ഇവരിനെ പോലെ ആകണം പറഞ്ഞു. അത് വേണ്ട, അതിന് അവരല്ലേ, നമ്മളായിട്ടേ ജീവിക്കുക, നമ്മളായിട്ടേ പോവുക. അങ്ങനെയാണ്. വിവാഹം കഴിച്ചോ? ഇല്ല ഇല്ല. ആരാധികമാരിൽ നിന്നൊക്കെ പ്രണയലേഖനങ്ങളൊക്കെ വരാറുണ്ട്? ഇല്ല ഇല്ല. നമ്മൾ വീട്ടിലൊക്കെ നോക്കി എല്ലാവരും കൂടെ ഉള്ളതാണ്. നമുക്കൊരു സാധാരണ കുടുംബത്തിൽ വരുത്തും മതി. ഇപ്പൊ പരിപാടികളുണ്ട്, പ്രോഗ്രാമുകൾ, പ്രസംഗങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ ഏതോ കോളേജിന്റെ ഒരു പരിപാടി ഞാൻ കണ്ടു. കോളേജ് പരിപാടി അത് സാറേ, അതാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആരാണ്? ഒന്നുമല്ലാത്ത ഈ 4ാം ക്ലാസ് വരെ ഞാൻ പിന്നെയും പറഞ്ഞു, ചോർന്നൊലിക്കണ ഓലപ്പേരൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയ ഒരു ഉണ്ണിക്കണ്ണനുണ്ടായി. വലിയൊരു പടം എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ആ പടത്തിൻ്റെ ഡേറ്റൊക്കെ മാറി. ആദ്യം March 8 പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം, പിന്നെ March 7 പിന്നെ ഇവിടെ വന്നു പാൻ കാർഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. വലിയൊരു എമൗണ്ട്, വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ പടം. അപ്പോൾ അതൊക്കെ മാറി മരിക്കാൻ പോയൊരു ഉണ്ണിക്കണ്ണനായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്ന്, അപ്പോൾ ദൈവം എഴുതി വെച്ച നിയോഗം, നീ അങ്ങനെയൊന്നുമല്ല, ഇളയ തലവതി വിജയണ്ണൻ്റെ പേരിൽ നീ അറിയപ്പെടുന്നതാണ് ഞാൻ എഴുതി വെച്ച എൻ്റെ നിയോഗം നടക്കണം സാറേ. ഇപ്പോൾ വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചു, കൂടെ യാത്ര ചെയ്തു. പല കേരളത്തും തമിഴ്നാട് പല ഭാഷയിൽ അഭിനയിക്കുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു അംഗീകാരങ്ങൾ ഇതിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവം എഴുതി വെച്ച നിയോഗമാണ്. എവിടെ പരിപാടിക്ക് എന്തിനു പോലും ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ഫോൺ ആയിക്കോട്ടെ, എനിക്കൊരു എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പം ഞാൻ ഒന്നുമില്ലാത്ത എനിക്കൊരു ഐഫോൺ തീറ്റാപ്പാറ്റ ദിൽസിലേക്ക് യാതിലേക്കും തന്നു. 40 കിലോ കുറച്ച് 1 ലക്ഷം. മനസ്സിലായില്ല ഐഫോണ്. ഈ 4ാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് തീറ്റ പാറ്റ പറഞ്ഞിട്ടൊരു ജിമ്മിൻ്റെ ഒരു ഇതാണ്, ജിമ്മിൻ്റെ പേരാണ്. അപ്പോൾ അവർ ഒരു ഐഫോൺ വന്നു. 40 കിലോ കുറച്ച് 1 ലക്ഷം, 20 കിലോ കുറച്ച് 50,000, 15 കിലോ കുറച്ചപ്പോൾ എനിക്ക് ഐഫോൺ വന്നു. എൻ്റെ പഴയ ഫോണിൽ ക്ലാരിറ്റി അത് ഉണ്ടാകില്ല പറഞ്ഞ വിജയ് സാറിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഒന്നുമല്ലാത്ത ഈ 4ാം ക്ലാസ്സുകാരൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എല്ലാവരും വിജയണ്ണൻ എന്ത് ചോദിച്ചു. ഉണ്ണിക്കണ്ണൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എല്ലാവരും പൈസ എന്തെങ്കിലും പൈസയല്ല, ഈ ഒന്നുമല്ലാത്ത ഈ ഉണ്ണിക്കണ്ണെന്നും മംഗൾഡാമിനെ 4 ആൾ അറിയുന്നൊരിതാക്കി സിനിമ കിട്ടി എന്ന് ഉണ്ണിക്കണ്ണൻ്റെ തൊഴിൽ വിജയ് സാറിൻ്റെ കൈ വീണതും പടങ്ങൾ കിട്ടി, ഉദ്ഘാടനം. ഒന്നുമല്ലാത്ത ഈ കോളേജിൽ പോവുക, ഒരു കോളേജിൻ്റെ പടി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഉണ്ണിക്കണ്ണൻ തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും വീട്ടിനടുത്തുള്ള എല്ലാ കോളേജിലും എനിക്കിപ്പോൾ ഒരു 10ഓളം കോളേജിൽ പോകാൻ പറ്റി. അതൊക്കെ ഒരു വലിയൊരു തന്നെയാണ്.